+2 പഠനം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ ഒരു തൊഴിൽ നേടാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു തൊഴിൽ നേടിയെടുക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക്, കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി മികവുറ്റ പഠന മേഖല എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തന്നെയായിരിക്കും. ഏതാണ്ട് 40-ൽ പരം കോമ്പിനേഷനുകളിലായിട്ട് സാധാരണ +2 നേടുന്നതിനൊപ്പം ഒരു തൊഴിൽ കൂടെ പഠിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ +2, അതായത് ഹയർ സെക്കൻഡറിക്ക് നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത്, സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, മാത്സ് സ്ട്രീമിൽ പഠിക്കുന്ന, ബയോളജി സ്ട്രീമിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, മാത്സ് സ്ട്രീമിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, കൊമേഴ്സ് സ്ട്രീമിൽ പഠിക്കുന്ന സബ്ജക്റ്റുകളോട് ആഡ് ചെയ്ത് ഒരു ട്രേഡ് കൂടെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ടൂർ ഗൈഡായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സാധാരണ അവർ പഠിക്കുന്ന എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി സബ്ജക്റ്റുകൾക്കൊപ്പം ഇംഗ്ലീഷിനും ഒപ്പം അവർ സെക്കൻഡ് ലാംഗ്വേജിന് പകരമായിട്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഹയർ സെക്കൻഡറിക്ക് പോകുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ലാംഗ്വേജ് ആണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല. പകരം അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് ഒരു ട്രേഡാണ്. അവിടെ ടൂർ ഗൈഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് നേരെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പം ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന, ആപ്ലിക്കേഷൻ ലെവലിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, സാധ്യതകളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മികവുറ്റ ഒരു മേഖലയായിരിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അവിടെയും നമുക്ക് ബയോളജി സ്ട്രീമുണ്ട്, മാത്സ് സ്ട്രീമുണ്ട്, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് സ്ട്രീമുണ്ട്, കൊമേഴ്സ് സ്ട്രീമുണ്ട്. ഈ 4 മേഖലയിലായിട്ട് 40-ൽ പരം കോമ്പിനേഷനുകൾ. കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോമ്പിനേഷൻ്റെ ഒപ്പം പ്രധാനമായിട്ടും ഇവർക്ക് പഠിക്കാൻ കഴിയുന്നത്, ഒന്ന്, ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ എന്ന് പറയുന്ന ഒരു ജോലി, ഒരു ട്രേഡ് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രാരംഭ പഠനത്തിനുള്ള സാധ്യതകൾ അവിടെ നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോട് താല്പര്യമുള്ള, ഡ്രസ് മേക്കിങ്ങിനോട് താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിൽ മൈക്രോ ഇറിഗേഷൻ പോലുള്ള മേഖലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു മേഖല ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സോളാർ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഇലക്ട്രിക്കൽ വർക്കറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്തരം മേഖലകൾ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള എഞ്ചിനീയറിംഗ് മേഖലകളും ബയോമെഡിക്കൽ മേഖലകളും അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലകളുണ്ട്. അതേപോലെ തന്നെ വെറ്റിനറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുണ്ട്. പൗൾട്രി ഫാമിംഗ് പോലുള്ള മേഖലകളിൽ പരിശീലനം നേടാൻ അവസരമുണ്ട്. അങ്ങനെ നിരവധി മേഖലകൾ നമുക്കിവിടെ എഞ്ചിനീയറിംഗ് മേഖലയിലും ബയോളജി സ്ട്രീമിലും മെഡിക്കൽ, അഗ്രികൾച്ചർ, വെറ്റിനറി സ്ട്രീമിലും ഒക്കെയായിട്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 അഡ്വാൻറ്റേജസ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ സ്വപ്നം കാണുന്ന പല തൊഴിൽ മേഖലകളിൽ ഒന്നാണ് അഗ്രികൾച്ചർ ഓഫീസർ ആവുക എന്നത്. അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മറ്റ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക്, പഠിച്ചു പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാധാരണ കിട്ടുന്ന +2 സർട്ടിഫിക്കറ്റിൻ്റെ ഒപ്പം കിട്ടുന്ന അഗ്രികൾച്ചർ മേഖലയിൽ നിന്നുള്ള ആ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അവർക്ക് അഗ്രികൾച്ചർ BSc പ്രോഗ്രാമിന് 6 സീറ്റുകൾ റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് 20% സീറ്റുകൾ അവർക്കായി റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ തൊഴിൽ മേഖലയിൽ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ കഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. കാരണം നീറ്റ് സ്കോറിനെ ബേസ് ചെയ്ത് 6 സീറ്റിന് അവർക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും. രണ്ടാമത് വരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് വെറ്റിനറി സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഒരു വെറ്റിനറി ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറി സയൻസിൽ ബിരുദമെടുക്കാൻ ആഗ്രഹിക്കുന്ന, ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വെറ്റിനറി സയൻസിൽ VHSC പഠിച്ചാൽ സുഖമായിട്ട് അയാൾക്ക്
BVSC ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം ഒരുങ്ങുന്നത് 3 സീറ്റ് റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സാഹചര്യത്തിലൂടെയാണ്. വളരെ കുറച്ച് സ്കൂളുകളേ ഉള്ളൂ, വളരെ കുറച്ച് കുട്ടികളെ പഠിച്ചിറങ്ങുന്നുള്ളൂ. നല്ല രീതിയിൽ വെറ്റിനറി സയൻസിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ, നീറ്റ് സ്കോർ നേടിയെടുത്താൽ ഈ കുട്ടിക്ക് വളരെ വേഗം ഈ റിസർവേഷൻ്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അതേപോലെ മറ്റൊരു പ്രധാന മേഖല ഉള്ളത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലെ വെറ്റിനറി യൂണിവേഴ്സിറ്റി നടത്തുന്ന ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും VHSC കുട്ടികൾക്ക് റിസർവേഷൻ ലഭ്യമാണ്. ഇനി എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് +2 കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ പോളിടെക്നിക്കിന് പോകാൻ അനുവാദമുണ്ട്. സെക്കൻഡ് ഇയർ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വരുന്ന 2% കുട്ടികൾക്ക് റിസർവേഷൻ സീറ്റുകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളെ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഏറ്റവും വലിയ വ്യത്യാസം. സാധാരണ +2-ഉം VHSCയും തമ്മിലുള്ള ഏക വ്യത്യാസം ഇവർക്കവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജുകൾ പഠിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും സെയിമാണ്, കിട്ടുന്ന സർട്ടിഫിക്കറ്റ് സെയിമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള റിസർവേഷൻ്റെ കുറേയധികം ആനുകൂല്യങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ +2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വെറ്റിനറി സയൻസിൽ VHSC പാസ്സായ കുട്ടികൾക്ക് അവിടേക്ക് PSC വഴി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അഗ്രികൾച്ചർ മേഖലയിൽ ഓഫീസുകളിൽ, അതായത് കൃഷി ഭവനുകളിൽ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ കുട്ടികൾക്ക് +2 അഗ്രികൾച്ചർ VHSC കഴിഞ്ഞാൽ നേരെ ഈ കുട്ടികൾക്ക് ജോലിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം അഡ്വാൻറ്റേജസ് ഉള്ള ഒരു മേഖലയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന +2 പഠന മേഖല.